بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ ദാസന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിൽ ഓർക്കപ്പെടുന്ന ഒട്ടനവധി മഹത്വം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ 3 സവിശേഷതകളാണ് പരിശുദ്ധമായ റബീഉൽ അവ്വലിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ഈ 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓർക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. 2, റബീഉൽ അവ്വലിൽ സംഭവിച്ച വിശ്വാസികൾക്ക് വലിയ പാഠം നൽകുന്ന ഇസ്ലാമിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതിയിട്ടുള്ള ഹിജ്റ എന്ന മഹത്തായ സംഭവം നടന്നിട്ടുള്ളതും റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നതാണ് ചരിത്രം. അതിലെല്ലാം ഉപരി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് വഴി കാണിച്ച, ജീവിതത്തെ അതിനുവേണ്ടി സമർപ്പിച്ച അഷ്റഫുൽ ഖൽഖ് നമ്മോട് വിട പറഞ്ഞ മാസമാണ് ഇത് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, അതൊരു തിങ്കളാഴ്ചയായിരുന്നു എന്നതും റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ചത് എന്നതും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഓർക്കപ്പെടാതെ പോകുന്ന, അതിലൂടെ ലഭിക്കേണ്ടുന്ന പാഠങ്ങൾ മറന്നുപോകുന്ന സംഭവമാണ് റബീഉൽ അവ്വൽ 12. ആ റബീഉൽ അവ്വൽ 12-ലെ തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ചകളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ജനിച്ച ദിവസമാണത്, എന്നെ നിയോഗിക്കപ്പെട്ട ദിവസവുമാണ് അത് എന്നുള്ളതാണ്. അഥവാ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഒരു ചര്യയായി തിങ്കളാഴ്ചയെ തൻ്റെ ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്നതും അതേ ദിനത്തിൽ തന്നെ എന്നതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ആ വഫാത്തിലൂടെ വിശ്വാസികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകത്വം അവസാനിച്ചു എന്നതാണ്. അള്ളാഹു സത്യവിശ്വാസികൾക്ക് ചെയ്തിട്ടുള്ള അതിയായ സൗഭാഗ്യം, വാനലോകത്ത് നിന്നുള്ള വഹ്യ്, വിശ്വാസികൾക്കുള്ള മാർഗദർശനം, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലൂടെ എന്നേക്കുമായി അവസാനിച്ചു എന്നതാണ് റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. വഹ്യ് നിലച്ചു, പ്രവാചകത്വം നിലച്ചു എന്നുള്ളതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, അന്ന ഉമ്മ ഐമൻ ബക്കത് ഹീന മാത നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വിവരം അറിഞ്ഞപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഫഖീല ലഹ, അവരോട് ചോദിക്കപ്പെട്ടു, തബ്കീൻ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ഫഖാലത്ത്, അവർ പറഞ്ഞ മറുപടി, ഇന്നി വല്ലാഹി ഖദ് അലിംതു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയമൂത്ത്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകും, മരണപ്പെടുമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ വലാകിൻ ഇന്നമാ അബ്കി അലൽ വഹ്യില്ലദി ഇൻഖതഅ അന്നാ മിനസ് സമാ, വാനലോകത്ത് നിന്നുള്ള വഹ്യ് നിലച്ചുപോയല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്. ആ അടിമക്കൊരു മരണമുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കരയിപ്പിക്കുന്ന കാര്യം, ആകാശത്ത് നിന്നുള്ള വഹ്യ് നിലച്ചുപോയല്ലോ ആ പ്രവാചകന്റെ വഫാത്തിലൂടെ
എന്നതാണ്. അതാണ് ഒരു വിശ്വാസിക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട സൂചനകൾ അള്ളാഹു നേരത്തെ അറിയിച്ചു നൽകിയിട്ടുണ്ട്. സമയവും കാലവും അറിയിച്ചിട്ടില്ലെങ്കിലും വ്യക്തമായ സൂചനകൾ നൽകപ്പെട്ടു എന്ന് കാണാം. ഒന്ന്, ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തിട്ടുള്ള വചനം, ഇന്നക മയ്യിതൂൻ വ ഇന്നഹും മയ്യിതൂൻ, തീർച്ചയായും അങ്ങൊന്ന് മരണപ്പെടും, അവരും മരണപ്പെടുമെന്ന് അള്ളാഹു നേരത്തെ തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സൂറത്തുൻ നസ്ർ നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന കൊച്ചു അധ്യായം, ആ അധ്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ സംബന്ധിച്ച സൂചനയാണ് എന്നതാണ് സൂറത്തുൻ നസ്റിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ഉമർ റളിയല്ലാഹു അൻഹു സഅലഹു അൻ ഖൗലിഹി തആല ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു ഖാലു ഫത്ഹുൽ മദായിനി വൽ ഖുസൂർ ഖാല മാ തഖൂലു യാ ഇബ്നു അബ്ബാസ് ഖാല അജലുൻ ഔ മസലുൻ ദുരിബ ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഇയത് ലഹു നഫ്സുഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ എന്ന സൂറത്തുൻ നസ്റിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു സഹാബിമാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, രാജ്യങ്ങളും കൊട്ടാരങ്ങളും വിജയിച്ചടക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം മരണത്തെക്കുറിച്ചും അവധിയെക്കുറിച്ചും ഉദാഹരണത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് അള്ളാഹു ഈ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ള അധ്യായത്തിലൂടെ ചെയ്തിട്ടുള്ളത് എന്നതാണ്. മൂന്നാമതായി, വഹ്യ് കൂടുതലായി ലഭിച്ചുകൊണ്ടേയിരുന്നു. നുബുവത്തിന്റെ ആദ്യകാലത്ത് വഹ്യ് വരുന്നതിൽ ഇടവേളകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവസാനം അടുത്തു എന്നതിന്റെ സൂചനയാണ് നിരന്തരമായി വന്നുകൊണ്ടിരുന്ന വഹ്യ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നല്ലാഹ തആല താബ അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല വഫാത്തിഹി ഹത്താ തവഫാഹു അക്തറ മാ കാനൽ വഹ്യ്. വഹ്യ് മുമ്പൊന്നുമില്ലാത്ത വിധം അല്ലാഹു റസൂലിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അഥവാ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹ്യ് റസൂലുള്ളാഹിക്ക് ആദിമഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതലായി വന്നുകൊണ്ടേയിരുന്നു എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. നാലാമത്തേത് എഴുത്തിക്കാഫാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമളാനിൽ അവസാനത്തെ 10 ദിനങ്ങൾ എഴുത്തിക്കാഫിരുന്നിരുന്നു. എന്നാൽ വഫാത്തായ വർഷം 20 ദിവസമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, ഖാല കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതകിഫു ഫീ കുല്ലി റമളാൻ 10 അയ്യാം ഫലമാ കാന അൽആമു അല്ലദീ ഖുബിള ഫീഹി അഅതകഫ 20 യൗമ. എല്ലാ റമളാനിലും 10 ദിനങ്ങളാണെങ്കിൽ വഫാത്തായ ആ വർഷം 20 ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ എഴുത്തിക്കാഫിരുന്നത്. 5, ഹജ്ജിന്റെ കർമ്മങ്ങൾ. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹജ്ജാണ് നിർവഹിച്ചത്. അത് അവസാനത്തെ ഹജ്ജുമായിരുന്നു. ആ ഹജ്ജിലും തന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട സൂചനകൾ അവിടുന്ന് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖുദു അന്നി മനാസികക്കും, ഏ ജനങ്ങളെ, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുവീൻ, എന്നെ നോക്കിക്കൊണ്ട് നിങ്ങളത് പഠിക്കുവീൻ. കാരണം ഫഇന്നി ലാ അദ്രി ലഅല്ലി ലഅഹജ്ജു ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നോക്കി പഠിച്ചുകൊള്ളൂ ഇപ്പോൾ എന്ന് തന്റെ ഹജ്ജത്തുൽ വിദായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ അറിയിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിനങ്ങൾ എത്തിയപ്പോഴേക്കും രോഗം ബാധിക്കുകയാണ്. അതിശക്തമായ പനി, നെറ്റിയിൽ കെട്ടിവെച്ചിരിക്കുന്ന നനഞ്ഞ തുണിയിൽ നിന്ന് നീരാവി പുറത്തു വരത്തക്ക വിധത്തിലുള്ള അതിശക്തമായ പനി. നിങ്ങളിൽ 2 ആളുകളെ ബാധിക്കുന്ന പ്രയാസമാണ് എന്നെ ബാധിച്ചിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യുന്നു. 11 ദിവസത്തോളം ആ രോഗാവസ്ഥയിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചിട്ടുള്ളത്. ഓർക്കണം, നമ്മൾ ഒരു ചെറിയ അസുഖം വന്നാൽ, ഒരു ചെറിയ പ്രയാസം വന്നാൽ പള്ളിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് നമ്മൾ. ജമാഅത്തിന് പോകാതിരിക്കാൻ ന്യായവാദം കണ്ടെത്തുന്നവരാണ് നമ്മൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 ദിനങ്ങളോളം രോഗഗ്രസ്തനായിക്കൊണ്ടാണ് ശാരീരിക പ്രയാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇമാമായി കൊണ്ട് നമസ്കരിക്കുന്നത്. അങ്ങനെ തുടർന്ന് രോഗത്തിന്റെ കാരണം, അത് ഏറ്റവും പ്രധാനമായൊരു വസ്തുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു. ഹിജ്റ 7-ാം വർഷം
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഖൈബർ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഒരു ജൂത സ്ത്രീ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന സ്വഹാബി ആ സന്ദർഭത്തിൽ തന്നെ അത് കഴിച്ചു മരിക്കുകയും ചെയ്തു. റസൂലിന്റെ ശരീരത്തിൽ ആ രോഗത്തിന്റെ ഭാഗം അല്ലാഹു അതേ വിധത്തിൽ തന്നെ അവശേഷിപ്പിച്ചു. ആ മരണത്തിന്റെ സമയത്ത് പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജൂത സ്ത്രീ നൽകിയ വിഷത്തിന്റെ വേദന ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. മാത്രവുമല്ല, അവസാനത്തെ ആ സമയമായപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്അലു ഫീ മർളിഹി അല്ലദീ മാത ഫീഹി യഖൂൽ ഐന ഗദൻ ഐന ഗദൻ യുരീദു യൗമ ആയിഷ ഫഅദിന ലഹു അസ്വാജുഹു യകൂനു ഹൈതു ശാഅ. നാളെ ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ് എന്ന് അവിടുന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഭാര്യമാരോട് നീതി പാലിക്കുന്നതിൽ അവസാനത്തെ ശ്വാസത്തിന്റെ സന്ദർഭത്തിലും അങ്ങ് അവിടുന്ന് കണിച്ചത കാണിച്ചു എന്നതാണ്. എവിടെയാണ് നാളെ ഞാൻ എന്നവിടുന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ഭാര്യമാരുടെയും അനുമതി പ്രകാരം ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിൽ താമസിക്കാൻ അവരൊക്കെയും അനുമതി നൽകുകയും ചെയ്തു. ഇമാം ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ആ സന്ദർഭം രോഗിയായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അപ്പോഴും ലോകത്തെ ഗൗരവതരമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ അവിടുന്ന് മറന്നുപോയിട്ടില്ല. തന്റെ കൂടെ ജീവിച്ചവരാണ് ഈ ഉമ്മത്ത്, തന്റെ കൂടെ പട്ടിണി കിടന്നവരാണവർ, തന്റെ കൂടെ യുദ്ധം നയിച്ചവരാണവർ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംരക്ഷണത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണ് ഈ ഉമ്മത്ത്. തന്റെ കാലശേഷം ഈ ഉമ്മത്ത് വഴിതെറ്റിപ്പോകാൻ പാടില്ല. 23 വർഷക്കാലം കണ്ണിലെണ്ണയൊഴിച്ചവരെ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട്. ശാശ്വതമായ പരാജയത്തിന്റെ നരകത്തിന്റെ കാരണമായ ശിർക്ക് ഈ ഉമ്മത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ അവസാന ദിനം ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിൽ കിടന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം ബുഖാരി റളിയല്ലാഹു ധരിക്കുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ. ജൂത ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടായിരിക്കുന്നു. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് തന്റെ ജനതയോട്, തന്റെ ഉമ്മത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെടുന്നു, ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ് ലാ തജ്അൽ ഖബരി ഐദാ. എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുതേ. ശേഷം ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പള്ളിയിൽ നമസ്കാരത്തിലേക്ക് എത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു പ്രധാന വാക്ക്, സഹാബത്തിനോട് പറഞ്ഞ വാക്ക്, 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എന്നോട് പ്രതികാരം ചെയ്യാൻ എന്റെ മുതുകിത. ഞാൻ ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്റെ സമ്പത്തിൽ നിന്നത് സ്വീകരിക്കാൻ. ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ എന്റെ അഭിമാനത്തെ നിങ്ങൾക്ക് മുറിപ്പെടുത്താം. സഹാബത്ത് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ജനങ്ങൾക്ക് ഇമാമായിട്ട് ളുഹർ നമസ്കരിച്ചു. ളുഹർ നമസ്കാരം കഴിഞ്ഞപ്പോ ഒരാൾ മുന്നോട്ട് വന്ന് പറയാണ്, റസൂലേ, അങ്ങ് എനിക്ക് 3 ദിർഹം തരാനുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. നമ്മൾ കാണണം അവിടെ ഒരു നേതാവിന്റെ മാതൃക. മരണം ഉറപ്പായ സന്ദർഭത്തിൽ മയ്യത്ത് വെച്ച ശേഷം മകനോ മരുമകനോ നിന്ന് തല്ല പറയുന്നത് മരണത്തിന് മുമ്പ് തന്നെ ഉറപ്പാക്കുകയാ. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ, ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടോ? വിറയാർന്ന സ്വരത്തിൽ റസൂൽ അത് ചോദിച്ചപ്പോഴാണ് ആ ളുഹർ നമസ്കാരം കഴിഞ്ഞപ്പോ ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറയുന്നത്, റസൂലേ, എനിക്കങ്ങ് 3 ദിർഹം തരാനുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിൽ നിന്ന് അത് എടുത്തു കൊടുക്കുന്നു. ഒരാൾക്കും ഒന്നും നൽകാൻ ബാക്കിയില്ല എന്നുറപ്പ് വരുത്തിക്കൊണ്ട് മരണം തിരഞ്ഞെടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ മിൻ നബിയ്യിൻ യംറദു ഇല്ലാ ഖുയ്റ ബൈന ദുനിയാ വൽ ആഖിറ. ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഇടയിൽ നന്മ അത് വ്യക്തമാക്കപ്പെട്ടിട്ടല്ലാതെ, അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഇടയിൽ തെരഞ്ഞെടുക്കാൻ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഇതാ ഇവിടെ ഏതൊരു നബിക്കും ആ സ്വാതന്ത്ര്യം നൽകിയിട്ടല്ലാതെ അല്ലാഹു രോഗം നൽകിയിട്ടില്ല. ഈ അടിമയുടെ മുമ്പിലും അല്ലാഹു അത് രണ്ടും കാണിച്ചു തന്നു, ഇഹലോകവും പരലോകവും. ആ സന്ദർഭത്തിൽ ഈ അടിമ തെരഞ്ഞെടുത്തത് പരലോകത്തെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് കേട്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഏങ്ങി കരയുന്നത്. അതെ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിട പറയാനിരിക്കുന്നു എന്ന സൂചനയാണ് ആ വാക്കുകളിലൂടെ അവിടുന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ വഫാത്താകുന്നതിന്റെ 4 ദിവസം മുമ്പ് വളരെയേറെ പ്രയാസപ്പെട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ എത്തിച്ചേരുന്നത്. മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. സഹാബത്ത് പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ മഗ്രിബ് ഫഖറഅ ഫിഹാ വൽ മുർസലാത്തി ഉർഫാ. നേരെ നിൽക്കാൻ പ്രയാസമുള്ള സഹാബത്ത് താങ്ങിയെടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന ആ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ഇമാമത്ത് നിന്നുകൊണ്ട് 1.5 പേജോളം വരുന്ന സൂറത്തുൽ മുർസലാത്താണ് മഗ്രിബ് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പാരായണം ചെയ്യുന്നത്. ശേഷം ഇശാ ബാങ്കിന്റെ സമയമായി, രോഗം അധികരിച്ചു, പള്ളിയിലേക്ക് വരാൻ പ്രയാസമുണ്ട്. തന്നെ കാത്തിരിക്കുന്ന, തന്റെ ഇമാമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സഹാബികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവർ നമസ്കരിച്ചോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുന്നു, ഇല്ല റസൂലേ, വഹും യന്തളിറൂനക്, അവർ താങ്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. ബോധം തിരിച്ചു കിട്ടുമ്പോ ഇതേ ചോദ്യം ആവർത്തിക്കുന്നു. എന്താണ് അവസ്ഥ? ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് ഇതേ ചോദ്യം അവിടുന്ന് ആവർത്തിക്കുകയാണ്. അങ്ങനെ ആ ദിവസം കഴിയുന്നു. മരണത്തിന്റെ 3 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകി, അതിപ്രധാനമായ ഉപദേശം. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, വഫാത്തിന്റെ 3 ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നൽകിയ ഉപദേശം. അദ്ദേഹം പറയുന്നു, ഖാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല മൗതിഹി ബിസലാസതി അയ്യാമിൻ യഖൂൽ ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടല്ലാതെ നിങ്ങളൊരാളും മരണപ്പെടാൻ പാടില്ല. റബ്ബിനെ കുറിച്ച് നല്ലത് മാത്രമാകണം ചിന്ത. ഒരു രോഗം വന്നാൽ പടച്ചോനെ കുറിച്ച് നിരാശപ്പെട്ടു പോകരുത്. സാമ്പത്തികമായ ഒരു പ്രയാസം വരുമ്പോഴേക്കും നിരാശ ബാധിക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം, മരണമെന്ന അതിഥി ഏത് സന്ദർഭത്തിലും കടന്നു വരാം. ആ സന്ദർഭത്തിൽ നഫ്സും മുത്മഇന്നയായി സംതൃപ്തമടയുന്ന ആത്മാവായി റബ്ബിലേക്ക് യാത്ര പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരം മാത്രം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥയാകണം. ഏത് നിമിഷവും അവസാനത്തെ നിമിഷമാകാമെന്നതുകൊണ്ട് ഏത് നിമിഷവും നല്ല കർമ്മത്തിലാക്കാനുള്ള പരിശ്രമമാണ് സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. ഒരു മനുഷ്യൻ അയാൾ മദ്യശാലയിലാണെങ്കിൽ അവിടെ വെച്ച് മരണം പിടികൂടാം. മദ്യപാനമാണ് ജീവിതത്തിൽ അയാൾ അവസാനമായി ചെയ്യുന്ന കാര്യം. ഒരു സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരവസ്ഥയിൽ മരണം പിടികൂടാം. ഒരു വിവാഹ വീട്ടിൽ ആഘോഷത്തിലിരിക്കുന്ന അവസ്ഥയിൽ മരണം പിടികൂടാം. വാഹനത്തിൽ ഭാര്യയോട് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞു പുറപ്പെട്ടതാണെങ്കിലും ആ യാത്രയിൽ ഒരു പക്ഷേ മരണം പിടികൂടാം. ഏത് യാത്രയും അവസാനത്തെ യാത്രയാകാം. ഏതുറക്കവും അവസാനത്തെ ഉറക്കമാകാം. ഏതാഘോഷവും അവസാനത്തെ ആഘോഷമാകാം. ഏത് നമസ്കാരവും അവസാനത്തെ നമസ്കാരമാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായ 3 ഉപദേശങ്ങൾ നൽകിയ ഒരു ഹദീസ് കാണാം. ആ ഹദീസിൽ ഒന്നാമത്തെ ഉപദേശം, നീ നമസ്കരിക്കുമ്പോ വിടവാങ്ങുന്നവന്റെ നമസ്കാരം നിർവഹിക്കണം എന്നാണ്. ഈ ജുമ നമസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ ജുമയാകാം എന്ന ബോധ്യത്തോടെയാകണം നമസ്കരിക്കേണ്ടത്. അസ്ർ നമസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ അസ്റാകാം എന്ന ബോധ്യത്തോടെയാകണം നമസ്കരിക്കേണ്ടത്. അപ്പോഴേ ഖുശൂ ഉണ്ടായി തീരുകയുള്ളൂ. അതെ, റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരം അത് വെച്ചു പുലർത്തിക്കൊണ്ടായിരിക്കണം നിന്റെ അന്ത്യം. അങ്ങനെ 3-ാമത്തെ ദിവസവും കഴിഞ്ഞു. വഫാത്തിന്റെ 2 ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കൂടുതൽ മൂർച്ഛിച്ചിരിക്കുന്നു. നേരെ നിൽക്കാൻ സാധിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും 2 ചുമലിൽ കൈയിട്ടിട്ട് താങ്ങിയെടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു, അങ്ങനെ ചുമലിൽ താങ്ങിയെടുത്തു കൊണ്ടുപോകുമ്പോ പൂഴിയിൽ അടയാളങ്ങൾ വീണിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ വലിച്ചിഴക്കപ്പെട്ട കാരണത്താൽ ആ കൊണ്ടുപോയ വഴിത്താരയിലെ പൂഴിയിൽ അടയാളങ്ങൾ വീണിരുന്നു. അത്ര പ്രയാസമുള്ള ഘട്ടത്തിലും താൻ വളർത്തിയെടുത്ത ഉമ്മത്ത് പള്ളിയിൽ കാത്തിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവിടെ ചെന്നപ്പോ അവർ സ്വഫായി നിൽക്കുന്നുണ്ട്. നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആ അവസാന ദിനങ്ങളിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അബൂബക്കർ
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വലതുഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് എത്തിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് മാറി നിൽക്കാൻ ശ്രമിച്ചു. അവിടെ തന്നെ നിൽക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിരുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തതിന്റെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കാരത്തിൽ പങ്കാളിയായിരിക്കുകയാണ്. വളരെ പ്രയാസപ്പെടുന്ന, രോഗം ഏറ്റവും മൂർച്ഛിച്ച ആ അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദം പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ ആ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നത്. അത് ഒരു നേതാവിന്റെ മാതൃക. ശ്വാസം നിലക്കുന്നവരെയും കൂടെയുണ്ടാവുക എന്ന മാതൃക. ശ്വാസം നിലക്കുന്നവരേക്കും തന്റെ ദൗത്യം താൻ നിർവഹിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ശ്വാസം നിലക്കുന്നവരേക്കും തന്റെ ജനത വഴിതെറ്റിപ്പോയിട്ടില്ല. ആ അവസാന നിമിഷം, അതിന് തൊട്ടു മുമ്പുള്ള ഒരു ദിവസത്തിന്റെ സന്ദർഭം ആയിഷ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്. കിടക്കുന്ന റൂം, ആ റൂമിനൊരു വിരിയുണ്ട്, പള്ളിയിലേക്കുള്ള ഭാഗം. ജനങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ സഫായി നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരി നീക്കിയിട്ടാണ് തന്റെ ഉമ്മത്തിനെ നോക്കുന്നത്. സഹാബത്ത് പറഞ്ഞത്, റസൂലുള്ള ഞങ്ങളെ ഒന്ന് നോക്കി, ഒന്ന് ചിരിച്ചു, ഞങ്ങൾ സ്വയം മറന്നുപോയ നിമിഷമായിരുന്നു അത് എന്നാണ്. 23 വർഷക്കാലം അച്ചടക്കത്തോടെ വളർത്തിയെടുത്ത തന്റെ ഉമ്മത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിറകിൽ സഫായി അച്ചടക്കത്തോടെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഖുശൂഓടുകൂടി നിൽക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൺകുളിർക്കെ നോക്കിക്കാണുകയാണ്. നമ്മെ ആ റസൂൽ സ്നേഹിച്ചതുപോലെ ലോകത്തൊരാളും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുള്ളതാണ്. അങ്ങനെ ആ ദിവസം ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്ന, വാക്ക് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ കൂടെയുണ്ട്. സഹോദരങ്ങളെ, ഇതാണ് നമുക്കുള്ള മാതൃക എന്ന് പറയുന്നത്. ആ പ്രവാചകനോടുള്ള സ്നേഹം, അവിടുത്തെ സുന്നത്ത് പകർത്തിക്കൊണ്ട് അവിടുത്തെ ജീവിതാന്ത്യം വരെ കാണിച്ചു തന്ന ദീനിനോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. റഹ്മാനായ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവിക പ്രവാചകന്മാരുടെ കൂടെ ഫിർദൗസിൽ സ്ഥാനം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങളിലെല്ലാം പങ്കാളിയായി തീർന്ന് വീട്ടിലേക്കെത്തിയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് അടിമകളെ മോചിപ്പിക്കുക എന്ന സൽക്കർമ്മമാണ്. തന്റെ കയ്യിൽ ശേഷിച്ച 6-7 ദീനാർ അതുകൂടി സദഖ ചെയ്യുകയാണ്. ലോകം കണ്ട മഹാൻ, ദിഗന്ധങ്ങളെ ഭേദിക്കുന്ന മഹത്തായ ആദർശത്തിന്റെ പ്രചാരണത്തിന്റെ മുമ്പിൽ നിന്ന വ്യക്തിത്വം ഒഴിഞ്ഞ കൈയോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന 7ഓളം ദീനാറ് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത് അടിമകളെ മോചിപ്പിച്ച് അവസാനം ആ കുടലിലുണ്ടായിരുന്നത് എന്താണ്? ശത്രുപക്ഷത്തുള്ള ജൂതന്മാർ. മുസ്ലിങ്ങൾക്ക് ഇന്നുമുള്ളൊരു മാതൃകയാണ്. ജൂതർ എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കളായി പ്രവർത്തിച്ചവരാണ്. നിങ്ങളോട് അവർക്ക് ശത്രുതയുണ്ടാകുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചതാണ്. പക്ഷേ ആ ജൂതരുമായി മാനുഷികമായ ബന്ധം റസൂലുള്ള കാത്തു സൂക്ഷിച്ചു. ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നു. അത് കണ്ട അനുയായികൾ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ എന്ന് ചോദിച്ചു, ആദരിക്കണമെന്ന് പഠിപ്പിച്ചു. അവസാനം ഈ ലോകത്ത് നിന്ന്
വിട പറയുമ്പോ ആ വയറ്റിലുണ്ടായിരുന്നത് എന്താണ്? പട്ടിണി കിടന്ന ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അന്നേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയുണ്ടായിരുന്നില്ല. ഒരയൽവാസിയുടെ പക്കൽ നിന്ന് എണ്ണ കടം വാങ്ങിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ഞങ്ങളുടെ വീട്ടിൽ എണ്ണ കത്തിച്ചത്, വിളക്ക് കത്തിച്ചത് എന്ന്. അവിടുന്ന് വിശന്നൊട്ടിയ സന്ദർഭം 30 സേർ ഗോതമ്പിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട പടയങ്കി പണയം വെച്ച് ജൂതന്റെ പക്കൽ നിന്ന് ഗോതമ്പ് വാങ്ങിയിട്ട് ആ ആഹരിച്ച ഗോതമ്പ് മണികളാണ് ലോകം കണ്ട മഹാന്റെ വയറിൽ അവസാന ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. അവസാനത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിളിക്കുകയാണ്. ഒരു മുഅ്മിന്റെ മാതൃകയാണ്. മരണമാസന്നമായി കണ്ട മോനെ, മഞ്ചേരി ടൗണിലെ ഇന്ന ഷോപ്പ് റൂം നിനക്ക്, അതുപോലെ ഇന്ന ആസ്തികൾ നിനക്ക് എന്ന ദുനിയാവിലെ കണക്ക് വെപ്പല്ല. മറിച്ച് അയ്യൂബ് അലൈഹിസ്സലാം ചെയ്ത പോലെ, പൂർവിക പ്രവാചകന്മാർ ചെയ്ത പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന മാതൃക എന്താ? പരലോകത്തെക്കുറിച്ചുള്ള താക്കീത, ഉത്ബോധനമാണ്. എന്റെ കാലശേഷം ഏത് മാർഗം നിങ്ങൾ പിന്തുടരണമെന്ന ഉപദേശമാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സമീപത്ത് വിളിക്കുന്നു. ഫാത്തിമ തുഖബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅഹാ ഫസാറഹാ ഫളഹിഖത്, അടുത്ത് വിളിച്ചു, സ്വകാര്യം പറഞ്ഞു, അവർ ചിരിച്ചു. ഖാലത് ഫസഅൽതുഹാ അൻ ദാലിക, അതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് ഫഖാലത്ത് സാറനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖബറനി അന്നഹു യുഖബദു ഫീ വജ്ഹിഹി അല്ലദീ തുവഫി ഫീഹി ഫബകൈതു ثم സാറനി ഫഅഖബറനി അന്നി അവ്വലു അഹ്ലി ബൈതി അത്ബഉഹു ഫളഹിഖ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു വിളിച്ചു, ചെവിയിൽ കുറച്ച് സ്വകാര്യം പറഞ്ഞു. ആദ്യം ഞാൻ കരഞ്ഞു, പിന്നീട് വീണ്ടും എന്നെ ചില കാര്യങ്ങൾ എന്റെ ചെവിയിൽ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചിരിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, എന്റെ ഉപ്പ ആദ്യം എന്നോട് പറഞ്ഞത് മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. പിന്നീട് എന്നോട് പറഞ്ഞത്, മോളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നീ ആയിരിക്കും എന്റെ പിറകെ ആദ്യം വരിക എന്ന്. അപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പേരമക്കൾ രണ്ടുപേരെയും അരികിൽ വിളിച്ച് ഉപദേശം നൽകുന്നു. ഭാര്യമാരെ സമീപത്ത് വിളിച്ച് ഉപദേശം നൽകുന്നു. അവസാന നിമിഷം അടുക്കുകയാണ്. ആ സന്ദർഭം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു റസൂലിനെ കാണാൻ വേണ്ടി വരികയാണ്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുകയാണ്. നോട്ടത്തിന്റെ അർത്ഥം ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് മനസ്സിലായി. അവസാനത്തെ ഈ നിമിഷം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച വിശുദ്ധിയുടെ ഭാഗമായ ദന്തശുദ്ധി വരുത്താൻ ഇഷ്ടപ്പെടുന്നു എന്ന് തന്റെ ഭാര്യ സഹോദരന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് റസൂലുള്ള പ്രതീക്ഷയോടുകൂടി നോക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് തന്റെ സഹോദരന് വാങ്ങി ആ പരുപരുത്ത അഗ്രം സ്വന്തം വായിൽ വെച്ച് കടിച്ച് പദം വരുത്തി തന്റെ മടിയിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബ്രഷ് ചെയ്തു കൊടുക്കുകയാണ്. ദാമ്പത്യത്തിലെ സ്നേഹത്തിന്റെ മഹിതമായ മാതൃക കൂടിയാണ് നമ്മൾ അവിടെ കാണുന്നത്. തന്റെ മടിയിൽ കിടക്കുന്ന ലോകം കണ്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനമായി ആ ബ്രഷ് ചെയ്തു കൊടുത്ത സന്ദർഭത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, എന്റെ ഉമിനീരും റസൂലിന്റെ ഉമിനീരും തമ്മിൽ കലർന്ന സന്ദർഭം എന്നതാണ്. ശേഷം സമീപത്തുള്ള വെള്ളപാത്രത്തിൽ കൈയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണത്തിന് താങ്ങാൻ കഴിയാത്തത്ര വേദനയുണ്ട്. എന്നിട്ട് ഫിർറഫീഖിൽ അഅലാ ഫിർറഫീഖിൽ അഅലാ ഹത്താ ഖുബിള വമാലത് യദുഹു. സഹാബത്ത് ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മരണം പിടികൂടി കൈ അങ്ങനെ താഴുന്നവരേക്കും അല്ലാഹുമ്മ റഫീഖൽ അഅലാ, അല്ലാഹുവേ നിന്റെ ഉന്നതരായ കൂട്ടുകാരുടെ കൂടെ നീ എന്നെ ചേർക്കണമേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൈകൾ താഴുന്നത്, ആ കണ്ണുകൾ അടയുന്നത്. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് വീണ്ടും കാണാം, അഖ്ബറത്ഹു അന്നഹാ സമിഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഗത് ഇലൈഹി ഖബ്ല അൻ യമൂത് വഹുവ മുസ്നിദുൻ ഇലാ ളഹ്റഹു യഖൂൽ അല്ലാഹുമ്മ ഗ്ഫിർ ലീ വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖ്. മരണത്തിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. അതെ, അവസാനവും
ഇണയുടെ സ്പർശനം ഏറ്റുവാങ്ങിയിട്ട് എന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നിട്ട് ആ സമയത്ത് ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ട്. ഞാൻ ചെവി വെച്ച് നോക്കി. എന്താ റസൂൽ പറയുന്നത്? അല്ലാഹുവേ എന്നോട് പൊറുക്കേണമേ. പാപത്തിന്റെ ലാഞ്ചന ഏൽക്കാത്ത റസൂൽ അവസാനത്തെ ശ്വാസത്തിലും പറയുന്നു, അല്ലാഹുവേ എന്നോട് പൊറുക്കേണമേ, വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണമേ, വഅൽഹിഖ്നി ബിർറഫീഖിൽ അലാ, ഉന്നതരായ ആ കൂട്ടുകാരുടെ കൂടെ, മുൻഗാമികളുടെ കൂടെ നീ എന്നെ ചേർക്കണമേ. അവിടുന്ന് ഇങ്ങനെ പറയുന്നു, ഇന്നലിൽ മൗതി സക്കറാത്ത് സുമ്മ നസബ യദഹു ഫജഅല യഖൂലു ഫിർ റഫീഖിൽ അലാ ഹത്താ ഖുബില വമാലത് യദഹു. ആ കൈകൾ അങ്ങനെ താഴുന്നു, അതുവരേക്കും ഈ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. റബീഉൽ അവൽ 12 തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബ്ദം നിലക്കുകയാണ്, ആ ശരീരം നിശ്ചലമാവുകയാണ്. അത് ഉൾക്കൊള്ളാൻ സഹാബത്തിന് സാധിക്കുമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭ്രാന്തനെ പോലെ ഓടി നടക്കുകയാണ്. ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ള വഫാത്തായി എന്ന് പറഞ്ഞാൽ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല കരഞ്ഞു തളരുകയാണ്. വിശ്വാസികളുടെ ദുഃഖം അവിടെ കുമിഞ്ഞു കൂടുകയാണ്. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത്. സമചിത്തത വീണ്ടെടുത്തു. തന്റെ സതീർത്ഥ്യൻ തണലെന്നോളം നിന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് പറയുന്നു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നെങ്കിൽ ഇതാ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഫിസ് സമായി ഹയ്യുൽ ലാ യമൂത്. അല്ലാഹുവിനെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അല്ലാഹു മരണമില്ലാതെ എന്നെന്നും ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നവനാണ് എന്ന്, മുഹമ്മദ് മരിച്ചു എന്ന് പറയുന്നവന്റെ തലയെടുക്കുമെന്ന് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കാര്യം വ്യക്തമാകുന്നു. മദീന കരഞ്ഞു. ഇരുണ്ടടഞ്ഞ ദിവസം, എല്ലാവരും വേദനിച്ച ദിവസം. ആ ദിവസം റബീഉൽ അവൽ 12 തിങ്കളാഴ്ച. റബീഉൽ അവൽ 12 ഭക്ഷണം ഉണ്ടാക്കി വയറ് നിറച്ച് കഴിക്കാൻ, ഘോഷയാത്ര നടത്താൻ, വഴിമുടക്കി പ്രകടനം നടത്താൻ ആർക്കാണ് സാധിക്കുക? മദീന കരഞ്ഞ ദിവസം, ലോകം കരഞ്ഞ ദിവസം, റസൂലുള്ളാഹിയുടെ വഫാത്ത് സംഭവിച്ച ദിവസം. റസൂലുള്ളാഹിയുടെ ജനന ദിവസത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ വഫാത്തിന്റെ ദിവസത്തെക്കുറിച്ച് ചരിത്രം ഒന്നിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹിയെ നമ്മൾ നെഞ്ചിലേറ്റണം. ആ മരണം നമ്മിൽ വേദനയുണ്ടാക്കണം. ആ മരണം ഒരു മനുഷ്യൻ എത്ര എളുപ്പമാക്കി കൊടുക്കാമോ അതിന്റെ പരമാവധി അല്ലാഹു എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവിടുന്ന് പറഞ്ഞത് സക്കറാത്ത് എന്നാണ്. വേദനയാണ്, താങ്ങാൻ കഴിയാത്ത വേദനയാണ് എന്നാണ്. സഹോദരങ്ങളെ, മരണം എളുപ്പമാവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അവസാന നിമിഷം ദാനം ചെയ്ത് കയ്യിലൊന്നും ബാക്കിയില്ലാതെ യാത്ര പോയ റസൂലുള്ളാഹിയെ പോലെ ഒരാൾക്ക് ഞാൻ ഒന്നും കൊടുക്കാനില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് സാമ്പത്തിക രംഗത്ത് ശുദ്ധമായ കൈയുമായി റബ്ബിലേക്ക് യാത്ര പോകാൻ നമ്മൾ ഒരുക്കമാവുക. ആ റസൂലുള്ള മിമ്പറിൽ വെച്ച് പറഞ്ഞ പോലെ, ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അഭിമാനത്തിന് മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം ഇതാ മുറിപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറയാൻ സാധിക്കുമാറ് മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം ശരിയാകാൻ. നേരത്തെ ഞാൻ പറഞ്ഞ 3 ഉപദേശങ്ങളിൽ ഒന്ന് റസൂലുള്ള പറഞ്ഞത്, നിന്റെ നമസ്കാരം അവസാനത്തെ നമസ്കാരമാണ് എന്ന പോലെ നമസ്കരിക്കണം. ആ ഉപദേശത്തിലെ രണ്ടാമത്തത് എന്താണ്? പിന്നീട് മാപ്പ് പറയേണ്ടുന്നൊരു വാക്ക് നീ പറയരുത് എന്ന്. പിന്നീട് കണ്ടിട്ട് ഒരാളോട് ക്ഷമ ചോദിക്കേണ്ടി വരുന്ന വിധത്തിൽ, ഞാനൊന്ന് പറഞ്ഞത് അബദ്ധമായി പോയിട്ടോ, വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയേണ്ടി വരുന്നൊരു വാക്ക് നിന്റെ വായിൽ നിന്ന് വരരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ സൂക്ഷ്മത ജീവിതത്തിൽ ആവാഹിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അവിടുത്തെ സുന്നത്തിനോടുള്ള സ്നേഹം, ദീനുൽ ഇസ്ലാമിനോടുള്ള സ്നേഹം, സ്വർഗത്തോടുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹു അവന്റെ അനുഗ്രഹമായി ചൊരിഞ്ഞു തന്ന നമ്മുടെ ഈ ദീർഘിച്ചു കിട്ടിയ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ വിഭവങ്ങളുമെല്ലാം റബ്ബിന് നൽകാൻ നമ്മൾ തയ്യാറാവുക. ആ നിലക്ക് യഥാർത്ഥ ദീനിന്റെ അനുയായികളായി മാറാൻ, ശരിയായ ഈമാൻ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر اللهم اجعل القرآن ربيع قلوبنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.